Sevens Golden Diamonds, Ermalur, Vadadala. പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കോതമംഗലം സ്വദേശി എം.എസ്. ശിവൻകുട്ടി. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായി കോട്ടപ്പടി സ്വദേശി എം.എസ്. ശിവൻകുട്ടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള സഹായമായിട്ടാണ് ഒരു മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി എം.എസ്. ശിവൻകുട്ടി നൽകിയത്. ആന്റണി ജോൺ എം.എൽ.എ. ചെക്ക് ഏറ്റുവാങ്ങി. നങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന ശിവൻകുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ചാണ് തുകയുടെ ചെക്ക് എം.എൽ.എ. സ്വീകരിച്ചത്. ഒരുപാട് സുമനസ്സുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ കൊടുക്കുകയാണ്. നാടിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും അത്തരം സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ട ശിവൻകുട്ടി ചേട്ടൻ. അദ്ദേഹം 31 വർഷക്കാലം സർക്കാർ സർവീസിൽ BDO ആയി എഞ്ചിനീയറായി കോതമംഗലത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏതാണ്ട് 27 വർഷം സഹായങ്ങൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ തന്നെ നൽകി കൃത്യമായി അത് ആളുകളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു സമാശ്വാസം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ആ ഫണ്ട് വിനിയോഗിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മാതൃക പ്രിയപ്പെട്ട ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചിട്ടുള്ള ഈ മാതൃക നമ്മളാൽ കഴിയുന്ന നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈപ്പറ്റിയതായി അറിയിക്കുന്നു. 40,000 രൂപയാണ് കൈമാറിയത്. കഴിഞ്ഞ 2 പ്രളയകാലത്തും തന്റെ ഓരോ മാസത്തെ പെൻഷൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥനാണ് എം.എസ്. ശിവൻകുട്ടി. മെഡിക്കൽ കോളേജിൽ കൂടിയ യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി K. ജോയി, മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് M.E. ശശി, സൂപ്രണ്ട് ഡോക്ടർ ഷിബു വർഗീസ്, AOC വാസു, പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ PV, കോതമംഗലം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ M.S. തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.